find the Laplace transform of e raised to 4t sin 2t cos t and the Laplace transform of e raised to minus 2t cos 3t sin t. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം ആദ്യം. ഫസ്റ്റ് പ്രോബ്ലം Laplace transform of e raised to 4t sin 2t cos t. ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് sin 2t cos t. sin 2t cos t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു 1/2 കൊണ്ട് ഗുണിക്കുകയും 1/2 കൊണ്ട് ഹരിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2 sin a cos b. ഇവിടെ 2 sin a cos b എന്നുള്ള ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. 2 sin a cos b എന്താണ് പറയുന്നത്? sin a plus b sin 3t plus sin t. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല 2 sin a cos b. 2 sin a cos b is equal to sin a plus b plus sin a minus. ഇവിടെ a യുടെ സ്ഥാനത്ത് 2t b യുടെ സ്ഥാനത്ത് t കൊടുക്കുന്നു. അപ്പൊ നമുക്ക് sin 2t plus t sin 3t 2t minus t sin t. Therefore sin 3t plus sin t. Therefore 1/2 into. Then we can apply directly the formula. Formula apply നമുക്ക് എന്ത് വരും? 3 by s square plus 9 plus 1 by s square plus 1. Therefore, Laplace transform of e raised to 4t sin 2t cos t യുടെ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ s ന് പകരം എന്ത് റീപ്ലേസ് ചെയ്യണം? s is replaced by s minus 4. Therefore, 1/2 into 3 by s minus 4 whole square plus 9 plus 1 by s minus 4 whole square plus 1. This is the final result of the first problem. The Laplace transform of e raised to 4t sin 2t cos t യുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1/2 3 by s minus 4 whole square plus 9 plus 1 by s minus 4 whole square plus 1. ഇതാണ് പറഞ്ഞ ആൻസർ കിട്ടിയേ? ഇതല്ല ആൻസർ കിട്ടിയേ? ഓക്കെ. ആർച്ച കിട്ടിയുള്ള ആൻസർ ആർച്ച കിട്ടി സർ. ആൻസർ കിട്ടി. ഈ ആൻസറിലേക്ക് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ആ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ അതിന് e raised to 4t എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എന്നിട്ട് s നാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. s എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. then you will get the result. എല്ലാവരും എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ Laplace transform of e raised to minus 2t cos 3t sin t. ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 1/2 Laplace transform of ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Laplace transform of cos 3. അതിനെന്ത് ചെയ്യണം? 1/2 Laplace transform of 2 cos 3t sin t. 2 cos 3t sin t ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്താണ്? 2 cos a sin b. 2 cos a sin b is equal to sin a plus b minus sin a minus b ആണ്. ഒന്ന് a plus b minus sin a minus b. അപ്പൊ അങ്ങനെ വരുമ്പോ 1/2 into Laplace transform of sin a plus b sin 4t minus sin 4t minus t. 4t minus t എന്ന് പറഞ്ഞാൽ എത്ര വരും? 3t minus t, that is equal to 2t. അപ്പൊ നമ്മൾ 2 cos a sin b എന്നുള്ള ഫോർമുല ഉപയോഗിക്കുന്നു. ഇവിടെ a യുടെ സ്ഥാനത്ത് 3t യും b യുടെ സ്ഥാനത്ത് t. അപ്പൊ 3t യും t യും കൂട്ടുമ്പോൾ 4t വരും. 3t എന്ന് t കുറയ്ക്കുമ്പോൾ 2t വരും. അപ്പൊ sin 4t minus sin 2t. അപ്പൊ ഇതിന്റെ ആൻസർ 1/2 Laplace transform of 1/2 Laplace transform of sin 4t നെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ 4 by s square plus 16 minus 2 by s square plus 4. ഇതാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 3t sin t കിട്ടുന്നത്. Therefore, Laplace transform of e raised to minus 2t cos 3t sin t. ഇവിടെ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1/2 into
4 divided by s ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം s plus 2 the whole square plus 16 minus 2 divided by s minus s plus 2 the whole square plus 4. This is the final answer. So final answer കിട്ടണമെങ്കിൽ ഇവിടെ s ന് പകരം എന്ത് റീപ്ലേസ് ചെയ്തു? s is replaced by s plus 2. s is replaced by s plus 2. Therefore 4 by s plus 2 whole square plus 16 minus 2 by s plus 2 whole square plus 4. This is the final answer.